അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ലാം മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നാടൻ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം അബുദാബിയിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് മുളകിട്ടതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. എനിക്ക് ഈ ഒരു ചേമ്പ് കറിയും അതുപോലെ തന്നെ മാന്തൽ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചേമ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഇനി ഇത് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മുറിച്ച് വെച്ച ചേമ്പ് കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് 5 പച്ചമുളക് നടുക കീറിയതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഈ ഒരു ചേമ്പ് വേവിച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി എങ്ങനെയാണ് നോക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. എനിക്കിപ്പോൾ ഇതൊരു പാകമായിട്ടാണ് തോന്നിയത്. ഇനി ചിലർക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുറച്ച് കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൂടി ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചേമ്പ് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ സെർവ് ചെയ്തത് ചമ്മന്തി ഉണ്ട്, പപ്പടം, അതുപോലെ തന്നെ കൂർക്കപ്പേരൊക്കെയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അബുദാബിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തത് റാസൽ ഖൈമയിൽ മനാർ മാളിൽ നിന്നാണ്. ഞങ്ങൾ പോയത് ഒരു വ്യാഴാഴ്ച ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് പോയത്. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയത് ശനിയാഴ്ച ഉച്ചക്കാണ് കേട്ടോ റിസൾട്ട് വന്നത്. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് അബുദാബിയിലോട്ട് പോകാൻ. ശനിയാഴ്ച ഉച്ചക്കാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത്. അന്ന് രാത്രി ഒരു 7:30 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അബുദാബിയിൽ ഇപ്പോൾ ഉപ്പച്ചി, ഉമ്മച്ചി, അനിയന്, അനിയത്തിയൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചാപ്പ. അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരിട്ടിട്ട് അബുദാബിക്കല്ല പോകുന്നത്. ദുബായിൽ ഇക്കാടെ ബ്രദറും അതുപോലെ തന്നെ അളിയനും ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് വേണം നമുക്ക് അബുദാബിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അബുദാബി എന്ന് പറയുന്നത് സ്പെഷ്യൽ ഒരു സ്വീറ്റ് മെമ്മറിയാണ്. കാരണം അവിടെയാണ് പഠിച്ചതും. 6th മുതൽ 12th വരെ അവിടെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ഭയങ്കര ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അളിയൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇക്കയുടെ എൽഡർ ബ്രദർ. ഇക്കയുടെ വീട്ടിൽ 3 പേരാണ്. മൂത്തത് താത്തയാണ്, പിന്നെ ഈ ബ്രദർ, പിന്നെ ഇക്ക താത്തയുടെ ഹസ്ബൻഡാണ് ഇത്. അപ്പോൾ അവരൊക്കെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അളിയൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഹോട്ടലുണ്ട്, എവർഫൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കിഴി പൊറാട്ടയും പിന്നെ അതുപോലെ തന്നെ തന്തൂരി ചിക്കനും ആയിരുന്നു. പൊറാട്ട എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ആ ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ അബുദാബിയിലായിരുന്നു പോകണം കേട്ടോ. ഫില്ല് പിടിക്കാം.
എവിടേക്ക്? പപ്പാനെ. ഫെല്ല ആരെ കണ്ടത്? ആരെ കണ്ട്? തെച്ചുനുണ്ടാ? പിന്നെ മാമ തെച്ചുനുണ്ട് അല്ലേ? ജോണി ജോണി eating sugar, telling lies, telling lies. Open your mouth. The bus go round and round, round and round. Doors on the bus go open and shut, open and shut. Mama on the bus go shh, shh, shh. Baby on the bus go. അപ്പോൾ ഫെല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് നേരം പോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അബുദാബി ബോർഡറിൽ എത്തിയതിന് ശേഷം ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ടൈം എടുത്തു, ഒരു 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അവിടുന്ന് പോരാൻ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റമാണ്. കാരണം ഉമ്മച്ചി എപ്പോഴും പറയാറുള്ളത്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്, ബിൽഡിങ് കാണുമ്പോൾ തന്നെ ഉമ്മ പറയാറുള്ളത് പത്തിരി ബിൽഡിംഗ് എന്നാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ വന്ന്. പിന്നെ ഇവിടെയാണ് ഉപ്പാക്ക് ഒഴിവുള്ള സമയത്ത്, വ്യാഴം വെള്ളിയൊക്കെ ഒഴിവുള്ള സമയത്ത് നമ്മളിവിടെയാണ് വന്നിട്ട് ബാർബിക്യും ഒക്കെ ചെയ്യാറുള്ള പ്ലേസ്. നമ്മൾ അധികം ഇവിടെയാണ് വരാറുള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ വീടെത്താനായിട്ടുണ്ട്. ഞങ്ങൾ അബുദാബിയിൽ മുറൂറിലാണ് ഉള്ളത്. ഇവിടെ ഗൾഫിൽ വന്ന മുതൽ ഇപ്പോൾ ഞങ്ങളൊരു 10 വർഷമായിട്ടുണ്ടാവും ഇവിടെ. അന്ന് മുതൽ ഇപ്പോഴും ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ഭയങ്കരമായിട്ട് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു പ്ലേസാണിത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഹോമാണ്, ഒരു ഹോംലി ഫീലാണ്. അപ്പോൾ അതേ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 1:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചും അനിയനും അനിയത്തും എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബാൽക്കണി സെക്ഷനാണ്. ഇപ്പോൾ കൊച്ചാപ്പയാണ് ബാൽക്കണി ഹാൻഡിൽ ചെയ്യുന്നത്. കൊച്ചാപ്പയുടെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും അതേ വഴുതനങ്ങൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പയർ, വഴുതന, തക്കാളി അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഞങ്ങൾ മുന്നേ നിന്നിരുന്ന സമയത്ത് ഇവിടെ ഫാമിലീസ് ആയിരുന്നു. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ വേഗം കിടന്ന് ഉറങ്ങി, കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി, ഒരു ഉച്ചക്കാകുമ്പോഴാണ് എണീറ്റത്. പക്ഷേ ഉമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഉമ്മ പൂരിയും ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. അങ്ങനെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഉച്ചക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ അതൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾ ബോറായോ എന്ന് എനിക്കറിയില്ല. ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും